ഹലോ ഓൾ, എല്ലാവർക്കും ക്രാഷ് കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ +2 ക്ലാസ്സിലുള്ള ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളൊരു ഭാഗത്ത് നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഏതാണ് നമ്മുടെ ചാപ്റ്റർ? നമ്മുടെ ഹാലോ ആൽക്കെൻസും ഹാലോ അരീൻസും. ഇതിനകത്ത് പ്രധാനപ്പെട്ട കുറേ അധികം റിയാക്ഷൻസ് ഉണ്ട്, കുറച്ച് ലോസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചു പോയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ്, എന്താണ് ഈ ഹാലോ ആൽക്കെൻസും എന്താണ് ഹാലോ അരീൻസും എന്ന് നമ്മൾ അറിയണ്ടേ. എന്താണ് ഹാലോ ആൽക്കെൻസ് എന്ന് പറയുന്നത്? ഹാലോ ആൽക്കെൻസും ഹാലോ അരീൻസും ഓർഗാനിക് കോമ്പൗണ്ട് ഇൻ വിച്ച് ഹൈഡ്രജൻ ആറ്റം ഹാവ് ബീൻ റിപ്ലേസ്ഡ് ബൈ ഹാലോജൻ ആറ്റംസ്. അതായത് സംഭവം വേറൊന്നുമല്ല, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്. ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒരു ഹൈഡ്രജനെ എടുത്തു കളഞ്ഞിട്ട് അവിടെ ഒരു ഹാലോജനെ കൊണ്ടുവന്ന് ഇടുക. അപ്പൊ എന്താണ് ഹാലോജൻ എന്ന് പറയുമ്പോൾ ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അയഡിൻ ഉണ്ട്. ഇവരിൽ ആരെയെങ്കിലും കൊണ്ടുവന്നിടുക. അങ്ങനെയുള്ളൊരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹാലോ ആൽക്കെയിൻ എന്ന് വിളിക്കുക. ഓക്കെ, ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ, ഈ CH3 CH2 CH3 എന്നുള്ള സാധനത്തിനകത്ത് ഈ പറഞ്ഞ പോലെ സിംഗിൾ ബോണ്ട് വരുന്ന ആൾക്കാരെ നമ്മൾ ആൽക്കെയിൻ എന്ന് വിളിക്കും. ഇതിനകത്തെ ഒരു ഹൈഡ്രജനെ അങ്ങോട്ട് കളഞ്ഞു, അതായത് ഈ 3 എന്നുള്ളതിന് 2 ആക്കി. എന്നിട്ട് ഇവിടേക്ക് ക്ലോറിനോ അല്ലെങ്കിൽ ബ്രോമിനോ അല്ലെങ്കിൽ അയഡിനോ ഒക്കെ വന്നിരിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇവരെ ഹാലോ ആൽക്കെയിൻ എന്ന് നമ്മൾ പറയും. ഇനിയുണ്ട് ഹാലോ അരൈൻസ്. ഹാലോ അരൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒരു റിങ് സ്ട്രക്ചർ ഉള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള ഒരു ഹൈഡ്രജനെ കളഞ്ഞിട്ട് ഇവിടേക്ക് ആര് വന്നിരിക്കുകയാണ്? നമ്മുടെ ഏതെങ്കിലും ഒരു ഹാലോജൻ വന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കും ഹാലോ അരൈൻസ് എന്ന് വിളിക്കും. ഓക്കെ, ഈ നോർമൽ ആയിട്ടുള്ള ഒരു ചെയിൻ സ്ട്രക്ചറിലേക്ക് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ഹാലോജൻ വന്നിരുന്നാൽ അത് ഹാലോ ആൽക്കെയിൻ ആണ്. അല്ലാതെ റിംഗ് സ്ട്രക്ചറിലാണ് വരുന്നതെങ്കിൽ എന്ത് വിളിക്കും? ഹാലോ അരൈൻസ് എന്ന് വിളിക്കും. ഓക്കെ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റിലേക്ക് പോകാം. ക്ലാസിഫിക്കേഷൻസ്. അപ്പൊ എങ്ങനെയാണ് ഈ ഹാലോ ആൽക്കെയിൻസിനെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുക എന്നാണ് നോക്കുന്നത്. ആദ്യമായിട്ട് നമ്പർ ഓഫ് ദ ബ്രാഞ്ചസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹാലോജൻസ് ആഡഡ്, എത്ര ഹാലോജൻസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു കോമ്പൗണ്ട് നോക്കിയേ, എന്താണ്? ക്ലോറോമീഥേൻ. മെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരൊറ്റ കാർബൺ ആണ്. അതായത് CH4 എന്ന് പറയുന്ന സാധനത്തിനാണ് മീഥേൻ എന്ന് പറയുക. ഇതിനകത്തെ ഒരു ഹൈഡ്രജൻ എടുത്തു കളഞ്ഞിട്ട് CH3-ക്കകത്ത് Cl വന്ന് ആഡ് ചെയ്തു. അപ്പൊ ഇതെന്തായി? ക്ലോറോമീഥേൻ ആയി. ഇവിടെ ബ്രോമിൻ വന്ന് ആഡ് ചെയ്തിരുന്നെങ്കിലോ അപ്പോ CH3Br ആവും. അപ്പൊ ബ്രോമോമീഥേൻ ആവും. ഓക്കെ, ഇത് ക്ലോറോമീഥേൻ. അപ്പൊ ഇവിടെ ഒരൊറ്റ ഹാലോജനേ ഉള്ളൂ. നെക്സ്റ്റ് എന്താ? 2 ഹാലോജൻ, അതായത് 2 ക്ലോറിൻ വന്ന് അറ്റാച്ച് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് വേണം? C2H6 ആണല്ലേ സാധാരണഗതിയിൽ. ഇതാണ് നമ്മുടെ എന്ത്? ഈഥേൻ എന്ന് പറയുന്ന ആള്. ഇതിനകത്ത് 2 ക്ലോറിൻ വരുന്ന കാരണം കൊണ്ട് 2 ഹൈഡ്രജൻ എടുത്തു കളയണം അല്ലെ. അപ്പൊ എന്തായി? ഇവിടെ CH3 CH2 ഇങ്ങനെ വരണം അല്ലേ. ഇതിനകത്തേക്ക് ആര് വന്നു? ഒരു ഹാലോജൻ അല്ലെങ്കിൽ ഒരു ക്ലോറിൻ വന്നു. അപ്പൊ നോക്കുമ്പോ ഇനി ഒരു ഗ്യാപ്പും കൂടെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു? അവിടേക്ക് ഇനി ഒരു ക്ലോറിനും കൂടെ വന്നു. അപ്പൊ എന്തായി? അത് 1,2 ഡൈക്ലോറോ ഈഥേൻ ആയിട്ട് മാറി. ഇതിപ്പോ നമ്മൾ പറഞ്ഞു 1,2 ഡൈക്ലോറോ ഈഥേൻ ആണ് അല്ലേ. അതായത് ഈ 2 ക്ലോറിനുകളും 1,2 പൊസിഷനിലാണ് വന്നേക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ അത് നമ്മൾ എങ്ങനെ എഴുതും? ഇതാ ഈ രീതിയിൽ. ഓക്കെ, CH3 CH2. അപ്പൊ ഇതിനകത്ത് C2 ആണല്ലേ. അപ്പൊ 2 കാർബൺ വന്നു, ഹൈഡ്രജൻ 4 വേണം. അപ്പോ ഇത് 3 വന്നു, 2 വന്നു, 5 അല്ലല്ലോ. ശരിക്കും 4 വരാൻ പാടുള്ളൂ. കാരണം എന്താ? കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ ആർക്ക് വരാൻ പറ്റൂ? ഒരു ക്ലോറിന് വരാൻ പറ്റുള്ളൂ. ഓക്കെ, അവിടെ ഇവിടേക്ക് ഒരു ക്ലോറിന് ആഡായി, അതേപോലെ തന്നെ വേറൊരു ക്ലോറിന് ആഡായി. ഇങ്ങനെ വന്നിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ എന്തു പറയും? ഇതിനെ പറയും, ഇത് നോക്കിയേ, നമുക്കറിയാം ഈ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്ക്, അതായത് ആഡ് ചെയ്യുന്ന ഹാലോജൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആൽഡിഹൈഡ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് അല്ലേ. ഈ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഇരിക്കുന്ന കാർബണിന് ലീസ്റ്റ് നമ്പർ കൊടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ പേര് കൊടുക്കാൻ. അപ്പൊ ഇവിടെ ഈ ഹാലോജൻ ഇരിക്കുന്ന സ്ഥലത്തിന് നമ്മൾ ലീസ്റ്റ് നമ്പർ വരണം. അപ്പൊ ഇത് 1, ഇത് 2 എന്ന് വേണം നമ്പർ കൊടുക്കാൻ. അല്ലാതെ നമ്മൾ ഇങ്ങനെ കൊടുക്കരുത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ഇതെന്തായി? 1,1 ഡൈക്ലോറോ ഈഥേനായി അല്ലെ. 1,1 ഡൈക്ലോറോ ഈഥേനായി. ഇനി നമ്മൾ പറഞ്ഞ രീതിയിൽ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ 1,2 ഡൈക്ലോറോ ഈഥേൻ ആകണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? 1,2 പൊസിഷനിൽ, അതായത് ഇങ്ങനെ വരണമായിരുന്നു. ഇവിടെ ഒരു ക്ലോറിൻ ആഡായി, ഇവിടെ ഒരു ക്ലോറിൻ ആഡായി. അപ്പൊ നോക്കിയേ, ഇതിന് 1,2 എങ്ങനെ പേര് കൊടുത്താലും 1,2 തന്നെയാണ്. അപ്പൊ 1,2 ഡൈക്ലോറോ ഈഥേനായിട്ട് മാറിയില്ലേ. അപ്പോ ഇതാണ്, ഇതിനകത്ത് 2 ഹാലോജൻ വന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്തായി? 1,1,1
ട്രൈക്ലോറോ ഈഥെയ്ൻ ആണ്. 111 ട്രൈക്ലോറോ ഈഥെയ്ൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ട്രൈക്ലോറോ ഈഥെയ്ൻ ആണ്. അപ്പൊ അതായത് 3 ക്ലോറിൻ വരും അല്ലെ. അപ്പോ CH2 CH2 ഇങ്ങനെ കൊടുക്കാം. ഇവിടെ ഒരു ക്ലോറിൻ ആഡായി. അപ്പൊ ഇത് 111 ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഒരു ക്ലോറിൻ ആഡായി, ഇവിടെ അടുത്ത ക്ലോറിൻ ആഡായി. അപ്പോഴത്തേക്ക് ഒരു ഹൈഡ്രജനും കൂടെ പോയി. ഇനി ഒരു ക്ലോറിനും കൂടെ ആഡായി. അപ്പൊ ഈ അടുത്ത ഇതും കൂടെ ഹൈഡ്രജനും കൂടെ പോയി അല്ലെ. ഇങ്ങനെ വരുമ്പോ ഇത് 1 ഇത് 2 എന്ന് നമുക്ക് നമ്പർ കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? ഇതിനെ 111 ട്രൈക്ലോറോ ഈഥെയ്ൻ എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ, അതായത് നമ്പർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് എത്ര എണ്ണമുണ്ട് എന്നുള്ള രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്നിങ്ങനെയാണ്. ഇതെങ്ങനെ ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, പ്രൈമറി ഹാലോ ആൽക്കെയ്ൻസ്. The carbon atom attached to the halogen atom is further attached to only one other carbon atom. അതായത് ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ എഴുതി, അതായത് CH3 CH2 Cl ഇങ്ങനെ എഴുതി അല്ലേ. ഇവിടെ ഈ പറയുന്ന നമ്മുടെ ഹാലോജൻ ആറ്റം അറ്റാച്ച് ആയിരിക്കുന്ന ആ ഒരു കാർബണിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ചോദിച്ചാൽ ആൽഫ കാർബൺ എന്ന് വിളിക്കും. ഈ ക്ലോറിൻ ആറ്റം അല്ലെങ്കിൽ നമ്മുടെ ഹാലോജൻ വന്ന് അറ്റാച്ച് ആയിരിക്കുന്ന കാർബണിനെ നമ്മൾ ആൽഫ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെ നമ്മൾ ബീറ്റ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇത് ആൽഫ കാർബൺ, ഇത് ബീറ്റ കാർബൺ. ഈ രീതിയിൽ ഈ ആൽഫ കാർബണിനോട് ഒരൊറ്റ ബ്രാഞ്ച് അറ്റാച്ച് ആയിട്ടുള്ളൂ എങ്കിൽ, അതായത് ഈ ക്ലോറോ ഈഥെയ്ൻ പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ, ഇത് പ്രൈമറി ഹാലോ ആൽക്കെയ്ൻ ആണ്. ഓക്കെ, അതായത് ഈ പറയുന്ന നമ്മുടെ ആൽഫ കാർബണിനോട് ഒരൊറ്റ ബ്രാഞ്ച് അറ്റാച്ച് ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവനാണ് പ്രൈമറി ഹാലോ ആൽക്കെയ്ൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ എന്തായിരിക്കും? സെക്കൻഡറി ഹാലോ ആൽക്കെയ്ൻ അല്ലെ. ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ എഴുതി CH3 ഇങ്ങനെ 2 എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ CH2 ഉണ്ട് കേട്ടോ, 2 എണ്ണം ഉണ്ട്. CH3ക്കാണ് 2 കൊടുത്തിരിക്കുന്നത്. CH3 പിന്നെ എന്ത് വരണം? CHCl ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ പറയുന്ന ക്ലോറിൻ ആറ്റം, നമ്മുടെ എന്തെങ്കിലും ഒരു ഹാലോജൻ, ഈ ഹാലോജൻ വന്ന് അറ്റാച്ച് ചെയ്ത ആള് ഇത് ആൽഫ അല്ലെ. ഈ ആൽഫയോട് 2 കാർബണുകൾ അറ്റാച്ച് ആയിരിക്കുന്നു. ആൽഫ കാർബണിനോട് 2 കാർബണുകൾ അറ്റാച്ച് ആയിരിക്കുന്നു, 2 ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവരെ വിളിക്കും സെക്കൻഡറി ഹാലോ ആൽക്കെയ്ൻ എന്ന് വിളിക്കും. ഓക്കെ, ഒരു ആൽഫ കാർബണിനോട് ഒരൊറ്റ ബ്രാഞ്ച് ഉള്ളെങ്കിൽ അത് പ്രൈമറി ആണ്. 2 ബ്രാഞ്ച് ഉള്ളത് കൊണ്ട് അത് സെക്കൻഡറി ഹാലോ ആൽക്കെയ്ൻ ആണ്. ഓക്കെ, അതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ പറയുന്നത്. ഇതിന്റെ കോമൺ നെയിമുകൾ ഉണ്ട്, കോമൺ നെയിമാണ്. അപ്പോൾ ഐസോപ്രൈൽ ക്ലോറിൻ എന്ന് പറയും. അപ്പൊ നമ്മൾ ഇതേപോലെയുള്ള പല പേരുകളും ഇതിനുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നോമൻക്ലേച്ചർ പഠിക്കുന്ന സമയത്ത് പഠിച്ചു പോയിട്ടുള്ളതാണ് എങ്ങനെ പേരിടണം എന്നുള്ള സംഭവം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ടെറിഷറി ഹാലോ ആൽക്കെയ്ൻ. അപ്പൊ നേരത്തെ നമ്മൾ സെക്കൻഡറിയും പ്രൈമറിയും പറഞ്ഞ പോലെ തന്നെ ആൽഫ കാർബണിനോട് 3 കാർബണുകൾ അറ്റാച്ച് ആയിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഈ C എന്ന് പറയുന്ന ഈ കാർബൺ ആണ് ആൽഫ കാർബൺ എന്ന് പറയുന്നത്. അതിനോടാണ് ഹാലോജൻ അറ്റാച്ച് ആയിരിക്കുന്നത്. അതിലേക്ക് 3 ബ്രാഞ്ചുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, 3 CH3 ഉണ്ട്. അപ്പൊ ഇവിടെ 3 എണ്ണം ഉള്ളത് കൊണ്ട് എന്തായത്? ടെറിഷറി ഹാലോ ആൽക്കെയ്ൻ ആയി. അപ്പൊ ഇതാണ് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അല്ലൈൽ ആൽഡിഹൈഡ്സ്. അപ്പൊ എന്താണ് അല്ലൈലിക് ഹാലൈഡ്സ് എന്ന് നമുക്ക് നോക്കാം. എന്താണ്? Allylic halides are organic compounds in which a halogen atom is bonded to a carbon atom adjacent to the carbon double bond. ഓക്കെ, അതായത് നമ്മൾ ഇത്ര നേരം ഏൻ എന്നുള്ളൊരു എന്താ പറയാ പ്രിഫിക്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ, ഏന്. അപ്പൊ ഈൻ എന്ന് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഡബിൾ ബോണ്ട് വേണം. കാർബന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് വേണം അല്ലെ. അപ്പൊ ഇവിടെ CH2 ഡബിൾ ബോണ്ട് CH2 ഇങ്ങനെ ഒരു ഐറ്റം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഇതിലേക്ക് ഒരു ക്ലോറിൻ വന്ന് അറ്റാച്ച് ആവുകയാണെങ്കിൽ CH എന്നാവും അല്ലെ. ഇങ്ങനെ വന്ന് അറ്റാച്ച് ആവുകയാണെങ്കിൽ എന്ത് ചെയ്തു? ഇത് ഡബിൾ ബോണ്ട് ആയിട്ട് മാറി. ഇങ്ങനെ ഡബിൾ ബോണ്ട് ആയിട്ട് മാറുകയാണെങ്കിൽ, ഡബിൾ ബോണ്ടിലേക്ക് വന്ന് ഹാലോജൻ അറ്റാച്ച് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അല്ലൈലിക് ഹാലൈഡ് എന്ന് വിളിക്കും. ദി സ്പെസിഫിക് പൊസിഷൻ ഓഫ് ദ ഹാലോജൻ ആറ്റം ഇമ്പാർട്ട്സ് യുണീക് റിയാക്ടിവിറ്റി ടു ദീസ് കോമ്പൗണ്ട്സ്. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്തായിരിക്കും? ഒരു യുണീക്ക് ആയിട്ടുള്ള എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത് നമുക്ക് വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ നോക്കി ഇങ്ങനെ ഒരു റിംഗ് സ്ട്രക്ചർ ആണെന്നിരിക്കട്ടെ. ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഡബിൾ ബോണ്ട് വന്നു. അതിന്റെ അർത്ഥം ഇവിടെ ഒരു ഹൈഡ്രജൻ കുറവുണ്ട്, അവിടേക്ക് ഡബിൾ ബോണ്ട് ആയിട്ടുണ്ട്, അൺസാച്ചുറേറ്റഡ് ആണ് അല്ലെ. അപ്പൊ ഇവിടേക്ക് വന്നിട്ടും എന്ത് ചെയ്യാം? ഒരു ഹാലോജന് വന്ന് ആഡ് ആവാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അല്ലൈലിക് ആൽഡിഹൈഡ്സ് എന്ന് വിളിക്കുക. ഓക്കെ,
അല്ലെലിക് ഹാലൈഡുകൾ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ബെൻസൈൽ ക്ലോറൈഡ് ആണ്. ബെൻസൈൽ ക്ലോറൈഡ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞാൽ, പേര് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു ബെൻസീൻ റിങ് വേണം അല്ലെ. ഇതാണ് ബെൻസീൻ റിങ് അല്ലെ. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇവിടെ ഇടവിട്ട് ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളെയാണ് നമ്മൾ ബെൻസീൻ എന്ന് വിളിക്കുക. അപ്പോൾ ഈ പറയുന്ന ഇതിനകത്തുള്ള ഡബിൾ ബോണ്ടിങ് ഇങ്ങനെ റെസൊനേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും അല്ലെ. ബെൻസീൻ റിങ്ങിനെ ഇങ്ങനെ വരയ്ക്കും. ഈ ബെൻസീൻ റിങ്ങിലേക്ക് ഏതെങ്കിലും ഒരു ഹാലോജൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ക്ലോറിനോ ബ്രോമിനോ അങ്ങനെ എന്തെങ്കിലും വന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിക്കും ബെൻസൈൽ ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ ബെൻസീൻ റിങ്ങിലേക്കാണ് വന്ന് അറ്റാച്ച് ആയിരിക്കുന്നെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ബെൻസൈൽ ക്ലോറൈഡ് എന്ന് വിളിക്കും. ഓക്കെ, അടുത്തത് വിനൈലിക് ഹാലൈഡ്സ്. വിനൈലിക് ഹാലൈഡുകൾ എന്തൊക്കെയാണ്? ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ദ ഹാലോജൻ ആറ്റം ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു ദ കാർബൺ ആറ്റം ഓഫ് എ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഈ കാർബൺ ഡബിൾ ബോണ്ടിലുള്ള ആ ഒരു കാർബണിലേക്ക് നേരിട്ട് വന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന പോലെ CH2 ഡബിൾ ബോണ്ട് CH2 ആണെങ്കിൽ ഇവിടെ ഒരു കാർബൺ വെച്ചിട്ട് അതിലേക്ക് വന്നിട്ടല്ല അറ്റാച്ച് ആയിട്ടുള്ളത്, നേരിട്ട് ഇതിലേക്ക് വന്ന് ക്ലോറിൻ അറ്റാച്ച് ആയിട്ടുണ്ട്. അങ്ങനെ ഡബിൾ ബോണ്ട് ഉള്ളതിലേക്ക് നേരിട്ട് വന്ന് അറ്റാച്ച് ആയിരിക്കുന്നതിനെ വിനൈലിക് ഹാലൈഡുകൾ എന്ന് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് അരൈൽ ഹാലൈഡ്സ്. അരൈൽ ഹാലൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ഹാലോജൻ ആറ്റം ഈസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു ദ കാർബൺ ആറ്റം ഓഫ് ആൻ ആരോമാറ്റിക് റിങ്. ഓക്കെ, ഇവിടെ ഒരു റിംഗ് സ്ട്രക്ചർ ആണ്, അരോമാറ്റിക് റിംഗ് സ്ട്രക്ചർ ആണ്. എന്നാൽ അത് നമ്മുടെ ബെൻസീൻ അല്ല താനും. ഈ രീതിയിലുള്ളൊരു റിംഗ് സ്ട്രക്ചർ ആണ്. ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ എന്തെങ്കിലും ഒരു ക്ലോറിനോ അല്ലെങ്കിൽ ബ്രോമിനോ ഒക്കെ വന്ന് നേരിട്ട് ഇങ്ങനെ അറ്റാച്ച് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിക്കും, എന്ത് വിളിക്കും? അരൈൽ ഹാലൈഡ്സ് എന്ന് വിളിക്കും. ഓക്കെ, ക്രിസ്മസ് എക്സാം അങ്ങ് അടുത്തല്ലേ. എക്സാം എന്ന് കേട്ട് പാനിക് ആവണ്ട. ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു എക്സ്പേർട്ട് മെന്ററിന്റെ സഹായത്തോടു കൂടി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, PYQ അനാലിസിസ്, സിസ്റ്റമാറ്റിക് റിവിഷൻ എന്നിവയടങ്ങിയ ഒരു കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് പാക്കേജ് ഗ്യാൻ ഇന്ത്യ നിങ്ങൾക്കായി വെബ്സൈറ്റിലൂടെ ഫ്രീ ഓഫ് കോസ്റ്റ് നൽകുന്നു. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യൂ.